എടി എന്താ ഇതൊക്കെ? എടി നിനക്ക് എന്താ പറ്റി? ഇത് ഒരുപാട് പലഹാരങ്ങളുണ്ടല്ലോ, നിനക്കിത് എന്താ പറ്റി? നീ എവിടേക്കാണ് ഈ ഒരുങ്ങി പുറപ്പെട്ട് നിക്കണത്? നീ എവിടേക്കാ പോണേ? എടി ആബിദ, ടർക്കി എവിടെ? പലഹാരം എല്ലാം കഴിച്ചോ? എല്ലാം എങ്ങനെയുണ്ട് കഴിച്ചിട്ട്? എല്ലാം എങ്ങനെ കഴിക്കാനാ, എല്ലാറ്റിന്നും കുറേശ്ശെ കഴിച്ചു. ഇക്ക എവിടെ ഇരുന്നേ? ഇരിക്കി. ഇതിലേത് പലഹാരത്തിന് ഏറ്റവും കൂടുതൽ രുചി? കാണാൻ പല മോഡൽ പലഹാരങ്ങൾ ഉണ്ടെന്നുള്ളൂ, രുചിയൊക്കെ ഒന്ന് തന്നെയാ. നിനക്കിത് എന്താ പറ്റിയത്? എല്ലാം ഒരേ രുചി തന്നെയല്ലേ? ഇത് തന്നെ ഞങ്ങള് പെണ്ണുങ്ങള് പല വേഷത്തിലും പല വർണ്ണത്തിലും പല ചന്തത്തിലും ആണെന്നേ ഉള്ളൂ. ഇക്ക ഉദ്ദേശിച്ച ഗുണം ഒന്ന് തന്നെയാ. നീ എന്താ ഉദ്ദേശിച്ചത്? നീ എന്താ നിന്റെ മനസ്സിലിരിപ്പിച്ച തുറന്നു പറയേ. ദേ, അർത്ഥം വെച്ചിട്ടുള്ള സംസാരം എന്താ എനിക്ക് മനസ്സിലാവില്ല എന്നിട്ടാ. ദേ, കൊറേ നാളായി നീ തുടങ്ങിട്ട്. എനിക്ക് ഭ്രാന്തൊന്നുമില്ല. ചില കാര്യങ്ങൾ ഇക്കാനെ ബോധ്യപ്പെടുത്താനുണ്ട്. എന്ത് ബോധ്യപ്പെടുത്താനാടി? മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറയടി. ഞാൻ ഉടുത്തൊരുങ്ങിട്ട് എങ്ങനെയുണ്ട്? ഭംഗിയുണ്ടോ? തേങ്ങ കൊല. നിനക്ക് എന്താടി തലയ്ക്ക് വട്ടായ? ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എന്താണ് കാര്യം ചിക്കൻ പറയേ. എനിക്ക് ഈ വീട്ടിൽ എപ്പോഴും ഉടുത്തൊരുങ്ങി നിൽക്കാൻ പറ്റില്ലേക്ക. എനിക്ക് ഈ വീട്ടിൽ നല്ല പണിയുണ്ട്. ഇക്കടെ കാര്യങ്ങൾ ഒരു കുറവില്ലാതെ നോക്കണം, കുട്ടികളെ നോക്കണം. ഇതിനിടയ്ക്ക് വീട്ടിൽ ഉടുത്തൊരുങ്ങി നിൽക്കാൻ സമയമില്ലേക്ക. ഇക്ക ദേഷ്യം വരുമ്പോ എപ്പോഴും ചോദിക്കാറില്ല, നിനക്കെന്താ വീട്ടിൽ ഇത്ര പണിയെന്ന്? ഞങ്ങൾ പെണ്ണുങ്ങൾ എടുക്കുന്ന ജോലി സമയം കണക്കാക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം ആദ്യം എണീക്കുന്നതും അവസാനം കിടക്കുന്നതും ഞങ്ങൾ പെണ്ണുങ്ങളാ. അതിനൊരു പരാതിയില്ല. എന്നിട്ടോ തൊട്ടതിനൊക്കെ കുറ്റം പറിച്ചിലും. ഒരു നല്ല വാക്ക് പോലും പറയില്ല, ഒരു സപ്പോർട്ടും തരില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് നീ പറയുന്നേ? കാര്യം പറ നീ. അത് ഞാൻ പറയാം. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ഷമയോടെ കേട്ട് ഇക്ക എനിക്ക് നല്ല മറുപടി തരണം. എന്താ കാര്യം? എനിക്ക് അത്യാവശ്യം പഠിപ്പും അറിവും നൽകി തന്നെയാണ് വീട്ടുകാരെന്നെ വളർത്തിയത്. ഞാൻ വിചാരിച്ചാൽ എനിക്ക് ജോലിയൊക്കെ കിട്ടും. അപ്പൊ ചന്തത്തിൽ അണിഞ്ഞൊരുങ്ങി നടക്കാനും പറ്റും. ഞാൻ വീട്ടിൽ ഒതുങ്ങി കൂടി നിൽക്കുന്നത് കുട്ടികളെ കാര്യം ശ്രദ്ധിച്ച് കട കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ടാണ്.